ആസിഫ് അലി നായകനെത്തിയ രേഖാചിത്രം. ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ തന്നെ ഇതിനെ പെടുത്താൻ കഴിയും. ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ചിത്രത്തിന് അതിൻ്റേതായ ഒരു സ്ലോ പേസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചടുലതയൊന്നുമില്ലാതെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയല്ല ചിത്രത്തിന് ഒരു സ്ലോ പേസ് ഉണ്ട്. ആ കഥ പറഞ്ഞു പോകുന്നതിന് ആ ഒരു താളമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പഴയകാല ചിത്രം, ഒരു പഴയകാല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ട ഫീലാണ് ചിത്രം കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചിത്രം ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള ചില ഇലവേഷൻ സീനുകളൊക്കെ ചിത്രത്തിലുണ്ട്. അത് ഓരോ പോയിന്റിലും നമുക്ക് കാണാൻ കഴിയും. ചിത്രത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്ത് ഓരോ ക്ലൂ കിട്ടുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ആ ഒരു ക്ലൂ കിട്ടുമ്പോൾ ഒരു ഗംഭീരമായൊരു മൊമെൻറ്റ്, ഒരു സ്ലോ മോഷൻ മൊമെൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ BGM ഒക്കെ അടിപൊളിയായിരുന്നു. മനോജ് കെ ജയനൊക്കെ വരുന്ന സീനൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രോ സീനുകളൊക്കെ ഉണ്ട്. ഇൻട്രോ സീൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇൻട്രോ സീനുണ്ട്, പിന്നൊരു വേറെ സീനുണ്ട്, ഇതുപോലെ എൻട്രി സീനുകൾ. അതൊക്കെ ഗംഭീരമായിട്ട് BGM വെച്ചിട്ട് അല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മനോജ് കെ ജയനെ എനിക്ക് തോന്നുന്നു അടുത്തിടെ ഇതുപോലൊന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി എനിക്ക് കൂടുതലും ഓർമ്മ വന്നത് നമ്മുടെ തലവനൊക്കെ പോലത്തെ ഒരു ഗെറ്റപ്പിലാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്, പോലീസ് ഓഫീസർ. ആദ്യം ഒരു പണി കിട്ടി, പിന്നീട് ആ പണിയിൽ നിന്നും വേറെ സ്ഥലം മാറ്റം, അവിടെ നിന്നൊരു വലിയ കേസ് വരുന്നു, അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നു. ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര വലിയ സസ്പെൻസ് ത്രില്ലറായിട്ടൊന്നും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു ഫ്ലോ ഉണ്ട് അതിന്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ഒരു ഫ്ലോ ഗംഭീരമായിട്ട് അതിനകത്തുണ്ട്. അവസാനം വരെ നമ്മളെ അതിനെ പിടിച്ചിരുത്തും. ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഗംഭീരമായിട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനൊരു പഴമയുണ്ട്. ഒരു പഴയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ട ഒരു ഫീലുണ്ട്. കാരണം നിങ്ങളിപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും കാതോട് കാതോരം എന്ന മമ്മൂട്ടിയുടെ ആ പഴയകാല ചിത്രവുമായിട്ടുള്ള കണക്ഷൻ. അതിൻ്റെ ഒരു റീക്രിയേഷനൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ ആ പഴയ പാട്ടുണ്ടല്ലോ, ഫേമസ് ആയ പാട്ട് നാത്താൻ കേസുകൂടു എന്ന സിനിമയിലെ ആ റീക്രിയേഷൻ നടന്നല്ലോ ആ പാട്ടിൻ്റെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു റീക്രിയേഷൻ ഉണ്ട്. പക്ഷേ ഈ സീനിനകത്താണ് ആ ക്രൈമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് തോന്നി. പിന്നെ മമ്മൂട്ടി ആരാധകർ അവർക്കുള്ളൊരു ട്രീറ്റ് തന്നെ ഇതിനകത്തുണ്ട്. മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. മമ്മൂട്ടി സീൻസുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മമ്മൂട്ടിയെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണേണ്ടതാണ്. അവസാനം ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അത് വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അങ്ങനെ ചില ഗംഭീര മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിലും ചിത്രത്തിന് ഈ ഞാൻ പറഞ്ഞതുപോലെ ഒരു പഴമയുണ്ട്. ആ പഴമ ചിത്രത്തെ ബാക്ക് ഫയർ ചെയ്യുമോ എന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം പല ആൾക്കാരും സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ഒരു മെമ്മറീസ് മുതൽ തുടങ്ങിയതാണ് ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അതിന് എന്താവുമെന്ന് കണ്ടറിയാം. പക്ഷേ അങ്ങനെ ഒരു ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് എനിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു സ്ലോ ഉണ്ട് ചിത്രത്തിനൊരു പ്രത്യേക സൈസ് താളത്തിലുള്ളൊരു സ്ലോ. അത് ഇപ്പോഴത്തെ ജനറേഷന് അങ്ങോട്ട് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂജൻ രീതിയിലല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. തലവനൊക്കെ നോക്കിയാൽ കുറച്ചും കൂടെ ഗംഭീരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് വെച്ച് നോക്കിയാൽ ഇത് അത്ര അങ്ങോട്ട് ഒരു ലെവലിലേക്ക് സഞ്ചരിച്ചിട്ടില്ല. എന്നാലും ഇൻവെസ്റ്റിഗേഷൻ ഗംഭീരമായിരുന്നു. അതിൻ്റെ പോകുന്ന വഴിയും ക്ലൂകൾ കിട്ടുന്നതും അത് കണ്ടുപിടിക്കുന്ന രീതിയും. ചില സ്ഥലങ്ങളിലൊക്കെ ലൂപ്പ് ഹോൾസുകളുണ്ട്. അത് എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സിനിമ ഒന്നുകൂടെ കണ്ടിട്ട് നോക്കിയാൽ നമുക്ക് പലതും കിട്ടും രണ്ടാമത് കാണുമ്പോൾ. പിന്നെ ഇതിനകത്തൊരു പ്രൈം ഫോക്കസായി വരുന്നത് അനശ്വര രാജനാണല്ലോ. നായികാവേഷത്തിലെത്തുന്ന അനശ്വരയാണ്. അനശ്വരയെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ നടക്കുന്നതും. അതെന്താണെന്ന് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അനശ്വര രാജൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഓസ്ലർ പോലുള്ള സിനിമകളാണ്. അതിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ എങ്ങനെ കൊണ്ടെത്തിക്കുന്ന പോലെ തോന്നും. ആ ഒരു പഴമയും അതുപോലൊരു സിറ്റുവേഷനും ഒക്കെയാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ തോന്നിക്കുന്നുണ്ട്. അതൊരു ഒരു പുതുമയായിട്ട് തോന്നിയില്ല. ഓൾറെഡി വന്നു പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പുതുമ തോന്നിയില്ല. അതങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സിനിമയായിട്ട് കണക്ട് ചെയ്തേക്കുന്നുണ്ട്. ഒരു സിനിമ ആരാധകൻ എന്ന നിലയിൽ നമുക്ക് പല രീതിയിലും ഇതിനെ ഒരു രസമാണ്, അത് കാണാവുന്ന ഒരു രസം. പഴയകാല സിനിമ കാതോട് കാതോരം, അതുപോലെ തന്നെ കുറേ താരങ്ങൾ, സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്, ആ സിനിമയുടെ കാര്യങ്ങൾ, മറ്റേത്, അങ്ങനെയൊക്കെ കുറേ കണക്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു രസമുണ്ട്. സിനിമ ബേസ്ഡ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് സിനിമയിലൂടെ സഞ്ചരിച്ചിറങ്ങിയാണ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നത്. അതൊരു രസമായിട്ട് തോന്നി. അല്ലാതെ പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും എടുത്തു പറയാനില്ല. രേഖാചിത്രം എന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ രേഖാചിത്രം ഇങ്ങനെ വരയ്ക്കണതാണല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ അതുമായി വലിയ വ്യത്യാസമുണ്ട്. രേഖാചിത്രം എന്താണെന്ന് ടൈറ്റിൽ നിങ്ങൾ ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ രേഖാചിത്രം എന്താണെന്നുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ആസിഫ് അലിയാണ് ഒറ്റയ്ക്ക് കിടന്ന് അന്വേഷിക്കുന്നത്.
സാധാ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ആദ്യം പോലീസിന് ഒരു സസ്പെൻഷൻ കിട്ടുന്നു, അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഒരു കേസ് പൊങ്ങി വരുന്നു, അത് അന്വേഷിക്കുന്നു, അതിനെ തുമ്പ് കണ്ടെത്താൻ വേണ്ടി അങ്ങേയറ്റം വരെ പോകുന്നു, അതിനിടയ്ക്ക് കുറേ തട്ടിക്കെട്ടൽ, മുള്ളോട്ട് പോകൽ ഒക്കെ സാധാരണ എല്ലാ പടങ്ങളിലും കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുമുണ്ട്. പിന്നെ ആദ്യം നമ്മൾ കാണുന്നത്, ആദ്യമായിട്ടാണ് ഒരു റമ്മി കളിച്ചിട്ട് പൈസ പോകാതെ പൈസ കിട്ടിയതായിട്ട് കാണിക്കുന്നത്. അതൊരു ഗംഭീരമായിരുന്നു. ജംഗിൾ റമ്മിയൊക്കെ കളിച്ച് പൈസ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ഭുതം തന്നെയാണ്. ലക്ഷങ്ങൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് നിങ്ങൾ ജംഗിൾ റമ്മി ഒന്നും കളിക്കാൻ പോകണ്ട, പൈസ പോവും. അങ്ങനെ പൈസ പോയില്ല, പൈസ കിട്ടിയല്ലോ എന്നൊക്കെ ഉള്ള ഡയലോഗുകൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതും ഇതിനകത്തൊരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. പോലീസ് ഓഫീസറിൻ്റെ കരിയറിനെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ആദ്യം മുതൽ കടന്നു പോകുന്ന അങ്ങനെ. അത് വലിയ സസ്പെൻസ് ഒന്നുമില്ല, തുടക്കം മുതൽ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ. ആസിഫ് അലീൻ്റെ ഒരു സാധാരണ അഭിനയം, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കിഷ്കിന്താണ്ടൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല, ഇതൊരു സാധാ പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ആണെന്നേ ഉള്ളൂ. തലവൻ വെച്ച് നോക്കിയാൽ അതിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല, ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ കൂടുതൽ ഇതിനകത്ത് ഈ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറഞ്ഞു പോയാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ കൂടുതലും ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കുകൾക്ക് ഒരു 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 നീട്ടലുണ്ട്, ഒരു ലെങ്തിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് പോകത്തില്ല. അപ്പം അതിൻ്റെ ഒരു സ്ലോ പേസ് പ്രേക്ഷകരെ മടിപ്പിക്കുമോ എന്നൊരു സംശയമുണ്ട്. അതൊരു മൈനസായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. വലിയ മൈനസൊന്നുമല്ല, എന്നാലും ഒരു മൈനസാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്ലോ പേസ് ഉണ്ട്. അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. കാരണം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പല പ്രേക്ഷകരും അങ്ങനെ പറയുന്നത് കേട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെമ്മറീസ് പോലെ അന്നോട്ട് തുടങ്ങിയതാ ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഇനി ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ ഒരു പൂട്ട് വിടാൻ സാധ്യതയുണ്ട്, അതങ്ങ് നിർത്തും. ഇപ്പോൾ കുറേ സേഫ് സോൺ വെച്ചിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ എങ്ങനെ ഇറക്കിയാലും ഒരുവിധം പ്രേക്ഷകർ കാണും, ഒരുവിധം സെമി ഹിറ്റാകും എന്ന രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് ആൾക്കാർ പെട്ടെന്ന് എഴുതി പിടിപ്പിക്കാവുന്നൊരു കാര്യമാണ്. ജിത്തു ജോസഫ് അടക്കമുള്ള സംവിധായകർ പറയുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, ഒരു പ്ലോട്ട് കിട്ടിയാൽ മതി, അവിടെ നിന്ന് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ. എഴുതാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഗംഭീരമായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു പോരായ്മ ചിലപ്പം പ്രേക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കും. അതിന് ഇപ്പോൾ ചിലപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾക്ക് ഒരു കൊളുത്ത് വീഴാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കരമായി എലവേറ്റ് ചെയ്യുന്ന ഭയങ്കര സസ്പെൻസ് ത്രില്ലറുള്ള സിനിമകളിലൊക്കെ കടക്കേണ്ടി വരും. കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില സസ്പെൻസുകളുണ്ട്. ആസിഫ് അലി പറഞ്ഞ കണക്ക് മമ്മൂട്ടി സസ്പെൻസുകൾ ഇതിനകത്തുണ്ട്. മമ്മൂട്ടി ആരാധകർക്ക് കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമായി മാറുന്നുണ്ട്. അവർക്കുള്ള മൊമെൻറ്റുകളൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവസാനം വരെ ഇരിക്കണം ചില സർപ്രൈസുകൾ വരാൻ വേണ്ടി. ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയണം. അപ്പോൾ ശരി, അതാണ് രേഖാചിത്രം.